നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ സെൻഡ് ചെയ്യണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. 1200 ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടക മാസം വരെയുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ 1200 പുതിയ വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഉത്രത്തിന് 2 കൂറുണ്ട്. ചിങ്ങക്കൂറുകാർക്ക് വേഴൻ 10-ലും 11-ലും നിൽക്കുന്ന സമയമാണ്. അത് നല്ലതാണ്. 10-ൽ നിൽക്കുമ്പോഴത്തേക്ക് വേഴം 10 വരുമ്പോൾ ഗുരു ശുക്ര കേന്ദ്രകൈവാ സുഖിതാകസ്തത്ര ആതുരുവാജ് എത്ര രോഗിയായിട്ട് കിടക്കണാകും സുഖിയായിട്ട് ഭവിക്കും. സുഖിക്കുന്നു വെച്ചാൽ മനസ്സിന്, ശരീരത്തിന്, സമ്പത്തിന്, സന്തതിക്ക്, വിദ്യയ്ക്ക്, ഉദ്യോഗത്തിന്, ഭാഗ്യത്തിന് ഒക്കെ നല്ല പുരോഗതി കിട്ടുന്ന ആളാണ് സുഖിയായിട്ടിരിക്കണമെന്ന് പറയുന്നത്. സുഖിക്കണം എന്ന് പറയുന്നത് സുഖം കിട്ടും. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും ഉള്ള പ്രവൃത്തിയിൽ വളരെ ഐശ്വര്യം ഉണ്ടാകാനും ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാനും ശത്രുക്കളെപ്പോലെ ഇരുന്നവർ മിത്രങ്ങളെപ്പോലെ വരാനും വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭം ഉണ്ടാകാം. നല്ല കലാവാസനയൊക്കെ ഉള്ള നാളാണ് ഈ ഉത്രം. അങ്ങനെ കലാരംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ നമുക്ക് അംഗീകാരങ്ങൾ, അവാർഡുകൾ, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാനും ജോലി കിട്ടാനും യോഗമുണ്ട്. വേഴം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ്. ബുദ്ധി കിട്ടും. പുത്ര സന്താന പ്രവൃത്തിയും ഉള്ള മക്കൾക്ക് ജോലി, പൈസ, ഭാഗ്യ, പ്രവൃത്തി ഇതൊക്കെ കിട്ടും. അങ്ങനെ വളരെ ഐശ്വര്യം വന്ന് നമുക്ക് മാത്രമല്ല കുടുംബത്തിനും സന്തതിക്കും ഒക്കെ ഐശ്വര്യം കിട്ടാനും ജോലി കിട്ടാനും ഉള്ള പ്രവൃത്തിയിൽ നമുക്ക് ഉയർച്ച കിട്ടാനും സാധാരണ ഒരു ചെറിയ കച്ചവടം നടത്തുന്ന ഒരാളിനും തൊഴിലാളിക്കും ഒരു മുതലാളിയാവാനും സർക്കാർ അധികാരികളിൽ നിന്നും പ്രീതി സഹായമൊക്കെ കിട്ടാനും ഒക്കെ യോഗമുണ്ട്. വേഴമാറ്റം അത് വേഴൻ 10-ലും 11-ലുമായിട്ടാണ് നിൽക്കുന്നത്. ഈ കൊല്ലവും അടുത്ത കൊല്ലവും ഉത്രം നക്ഷത്രക്കാർക്ക് ചിങ്ങക്കൂറുകാർക്ക് 10-ലും 11-ലും സഞ്ചരിക്കും. പിന്നെ ശനി ചിങ്ങക്കൂറുകാർക്ക് 8-ൽ 2025 മാർച്ച് മാസം മുതൽ 8-ൽ വരും. ആ 8 വരുന്ന കാലം നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കാരണം വേഴത്തിൻ്റെ അനുകൂല സഞ്ചാര കാലം കൊണ്ട് വീട് 10-ൽ വേഴം വരുമ്പോൾ ദേവാലയം, അമ്പലം വയ്ക്കാനുള്ള യോഗം, നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതിയിൽ നിന്നും സഹായം, അനുകൂലം, വിജയം, നേട്ടങ്ങൾ കിട്ടാനും സർക്കാരിൽ നിന്നും പല വിധത്തിലുള്ള സഹായങ്ങൾ കിട്ടാനും നമ്മൾ ചെറിയൊരു പ്രവൃത്തി പ്രയത്നം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടാനൊക്കെ ഉള്ള യോഗവും സർവകർമ്മാണി എന്ത് കാര്യത്തിന് പോയാലും വിജയവും നേട്ടവും കിട്ടുന്ന സമയമാണ് ഈ വേഴഗ്രഹം 10 നിൽക്കും. 11 വരുമ്പോഴും സർവാഭിഷ്ടാഗമിഷ്ട കാര്യങ്ങൾ സാധിക്കും. ജ്യേഷ്ഠന്മാരെ കൊണ്ട്, ഭ്രാതാവ്, അമ്മ പെറ്റ സഹോദരങ്ങളെ കൊണ്ട് സഹായം കിട്ടും. അർത്ഥലാഭം നിറയെ പൈസയും ഭാഗ്യമൊക്കെ കിട്ടും. ചിന്തിയാറ് ഏകാദശം കൊണ്ട് വലിയ ലാഭങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ്. അപ്പോൾ അതും കൊള്ളാം. വേഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് ശരീരസുഖവും മനസ്സുഖവും സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. എന്നാൽ ശനി 8 നിൽക്കുമ്പോൾ 8-ൻ്റെ പണി കിട്ടും. അതാണ് വലിയൊരു കുഴപ്പം. കാരണം 8 നിന്നാൽ എന്താണെന്നറിയാം, വിത്തക്ഷയം വൈയിരിക്കണ പൈസത്തെറിയും പോകും. പ്രവാസി നാടും വീടും വിട്ടു. അപ്പം നിങ്ങൾക്ക് നല്ല ജോലി അധികാരമൊക്കെ ഉള്ള ഒരാൾ ഒരു ലീവ് എടുത്തിട്ടെങ്കിലും എനിക്ക് വിദേശത്ത് പോകണം, വേറെ ജോലി കിട്ടണം, വേറെ പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി മാറി പോകുമ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് കിട്ടാനുള്ള നേട്ടങ്ങൾ കിട്ടാതെ നഷ്ടപ്പെടുകയും പുതിയ ജോലിയിൽ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കിട്ടാതെ വിഷമിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഉള്ള ജോലി സ്ഥലം എവിടെ ഇരിക്കുന്നു അവിടെ ഉറച്ചു നിൽക്കണം. ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാളിന് അമേരിക്കയിൽ പോകണമെന്നും മറ്റ് ഗൾഫിൽ പോകണമെന്നൊക്കെ തോന്നും. പക്ഷേ പോയാൽ നമുക്ക് ഇവിടെ തന്നെ തഴച്ച് വളരാനുള്ള സാഹചര്യങ്ങൾ കിട്ടിയാൽ അത് നല്ലതാണ്. വെളിയിൽ പോയാൽ ചിലപ്പോൾ ഒന്നേനെയും നമ്മളെല്ലാം നുള്ളിപ്പറക്കി ഉണ്ടാക്കി നമുക്കൊരു നേട്ടം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ
അതിൻ്റെ നേട്ടങ്ങൾ കിട്ടാൻ ഒരുപാട് തടസ്സങ്ങൾ വരുന്നത് കൊണ്ട് വിദ്യയ്ക്ക് വേണ്ടി ഉദ്യോഗത്തിന് വേണ്ടിയൊക്കെ വിദേശത്ത് പോകുന്നവർക്ക് വിചാരിച്ചതുപോലുള്ളതായ പ്രതീക്ഷയ്ക്ക് തക്കതായ രീതിയിലുള്ള നേട്ടങ്ങൾ കിട്ടാതെ കോട്ടങ്ങളുണ്ട്. അതേപോലെ വിത്തക്ഷയം, പ്രവാസം, രോഗം എന്നും അസുഖങ്ങൾ, വീഴ്ച, ഒടിവ്, അപകടം, കാലുവേദന, മുട്ടുവേദന, സർജറി ഇങ്ങനെയുള്ള അസുഖങ്ങളും മരണഭയം വരെ ഉണ്ട്. നമുക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് വരെ തോന്നുന്നത് മരണസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ 2025 മാർച്ച് മുതൽ ശനി ചിങ്ങക്കൂറുകാർക്ക് 8 നിൽക്കുകയാണ്. അപ്പോൾ 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം വാഹനം ഓട്ടിക്കണം, സൂക്ഷിക്കണം. സാമ്പത്തിടപാട് സൂക്ഷിക്കണം. ഉള്ള ജോലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. പിന്നെ 6ഉം 7ഉം ഭാവാധിപനാണ് ശനി എത്തിക്കുന്നത്. 6 ഹൃണാർത്ഥച്ചോര, ക്ഷതരോഗ, ശത്രുണബാധിത, കടങ്ങൾ. വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനൊക്കെ ധൈര്യമായിട്ട് കടം വാങ്ങിക്കാം. കാരണം അത് മുതലാണ്. അതേസമയം ലോട്ടറി, ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയിൽ നിങ്ങൾക്ക് നേട്ടം കിട്ടുമെന്ന് വിചാരിച്ച് ചില വലിയ പണം ചിലവാക്കി ടിക്കറ്റുകളൊക്കെ എടുക്കുന്നവരുണ്ട്. അതേപോലെ ഉള്ള ജോലി കളഞ്ഞിട്ട് ചില ബിസിനസ്സുകൾ, ഏജൻസികളൊക്കെ തുടങ്ങാൻ ശ്രമിക്കാൻ നടക്കുമെങ്കിലും പെട്ടെന്ന് നമുക്ക് ഒരു നിമിഷം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പുലർത്താനൊന്നും പറ്റില്ല. നമ്മളുള്ള പൈസയും ചിലവാക്കി കടവും കൂടെ വാങ്ങിച്ചായിരിക്കും ഇന്ന് ഏത് പരിപാടികളും ഒരാൾ ചെയ്യുന്നത്. പക്ഷെ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക കുരുക്കുകൾ വരുന്നത് നിമിത്തം പല പദ്ധതികളും നിന്നുപോകും. അപ്പോൾ അതുകൊണ്ട് പൈസ കൊണ്ട് നമുക്ക് ക്ഷമയുണ്ട്, കുറച്ച് കാലം കഴിഞ്ഞാലും നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്ന പദ്ധതികൾ മാത്രമേ പൈസ മുതൽ മുടക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയതും അങ്ങ് ചിലവായിപ്പോയി വേറൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടാതെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമൊക്കെ ക്ഷയിച്ചു പോകുന്നത്. നമ്മൾ സൂക്ഷിക്കണം. രോഗങ്ങളും അപകടങ്ങളും കടങ്ങളും ആരെങ്കിലും ബന്ധു വഴിയിലുള്ള ആൾക്കാരുടെ മരണങ്ങൾ. കാരണം ശനി 8 നിൽക്കുമ്പോൾ മൃത്യു, വ്യാധി, സദുഃഖം, ശനിരിക ഗതിതോ ദാസവൃത്യാദികോ, വിരോഗം ഒഴിയില്ല, ദുഃഖം ഒഴിയില്ല. നമ്മളെ തൊഴിലാളി, മുതലാളി, ദാസന്മാരൊക്കെ കോപം, എല്ലാവരും വിരോധിച്ചും, കുടുംബകലഹം, കുടുംബ കോടതി, ഭാര്യാകലഹം, ഭർതൃകലഹമൊക്കെ ഉണ്ടാകുന്നത് ഈ ശനി 8 നിൽക്കുമ്പോൾ. 7ാം ഭാവാധിപനും കൂടിയാണ് ശനി. ആ 8 നിൽക്കണം. അപ്പോൾ 8ൻ്റെ പണി കിട്ടും. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ ജാതം വിഫലം, ഒരു ഫലവും കിട്ടാത്തതും, ഈ നഷ്ടം കയ്യിരിക്കണ പൂവും കിട്ടാനുള്ളത് കിട്ടൂല, തരാനുള്ള തരൂല, കടവും കൂടെ ആവും. ഈ കല ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മംഗളും തത്വവും അതികഷ്ടവും, വളരെ കഷ്ടമാണ്, കഷ്ടമോ. അപ്പോൾ ചിങ്ങക്കൂറ് ഉത്തരത്തിൻ്റെ കാര്യം ഇങ്ങനെയാണ്. കന്നിക്കൂറുകാർക്ക് വേറെ ഇപ്പോൾ 9 നിൽക്കുകയാണ്. അടുത്ത 10ലേക്ക് വരും. 9 നിൽക്കുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദം. ഗുരുക്കന്മാർ, ഈശ്വരന്മാരെല്ലാവരും പ്രസാദിക്കും. ഭാഗ്യസധർമ്മസ്യ, ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭതപസ്, നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അത് നേടിക്കിട്ടും. പൗത്ര സൗഖ്യം, പുത്രൻ്റെ പുത്രം പൗത്രം, നമുക്കും പിള്ളേർക്കും കുടുംബത്തിനും വിദ്യയ്ക്കും ഉദ്യോഗത്തിനും എല്ലാ കാര്യത്തിനും നമുക്ക് ഭാഗ്യം കൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടും. അപ്പം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉള്ളപ്പോൾ എല്ലാ മെഷീനറിയും പ്രവർത്തിപ്പിക്കാൻ പറ്റും. കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല. കറണ്ട് അടിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറാണെന്നാലും ശരി തട്ടിക്കും. അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടുന്ന ഒരു സമയം, നല്ല പവർ നമുക്ക് കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഭാഗ്യവും കിട്ടും. 10 നിൽക്കുമ്പോൾ ജോലി, പൈസ, അധികാരവും സമ്പത്തിനും സന്തതിക്കൊക്കെ നല്ലത് വരും. ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവോ എന്നാണ്. ബുദ്ധി വർദ്ധിക്കും. സന്തതികൾക്കൊക്കെ നല്ലത് വരും. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ, ചെറിയ മരുന്നും മന്ത്രവും കൊണ്ടും ഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ, ശരീരസുഖം, മനസ്സുഖം ഇതൊക്കെ കിട്ടാൻ, കാര്യങ്ങൾ നേടണമെന്ന് ഒരു മനസ്സിന് നല്ലൊരു താല്പര്യം തോന്നും, ഉത്സാഹം തോന്നും. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചും കഴിവ് ഉപയോഗിച്ചും നമുക്ക് പ്രതാപവും കീർത്തിയും സ്ഥാനമാനങ്ങൾ, കലാരംഗങ്ങളിലും രാഷ്ട്രീയരംഗങ്ങളിലൊക്കെ നമുക്ക് വിദ്യാരംഗങ്ങളിലും ഉദ്യോഗരംഗങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളുപരി വലിയ മെച്ചം കിട്ടി ഹീറോ ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഹീറോ ആയിട്ട് വരുന്ന സമയമാണ്. 9ലും 10ലും വേഗം സഞ്ചരിക്കുന്ന സമയം എന്ത് കാര്യം വിചാരിച്ചാലും നേടാൻ പറ്റും. അതിങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ നമുക്ക്
കന്നിക്കൂറുകാർക്ക് ഈ ശനി 2025 മാർച്ച് മാസം മുതൽ 7 വരും. 7 വരുമ്പോൾ 7-ാം ഇടം വിവാഹസ്ഥാനം, വിദേശ യാത്രാസ്ഥാനമൊക്കെയാണ്. അപ്പോൾ വിവാഹസ്ഥാനത്ത് ശനി വരുമ്പോൾ എന്തിനാണ്? കുടുംബ കലഹങ്ങളുണ്ടാകും, വിവാഹ തടസ്സം മുതലായ കാര്യങ്ങളുണ്ടാകും. നിശ്ചയിച്ച് ആലോചിച്ച് ഉറപ്പിച്ചിട്ടുള്ള ബന്ധങ്ങൾ തെറിക്കും. ലവ്വറ്, ഫ്രണ്ട്സ് ഇതൊക്കെ കലഹിക്കും. വൈഫ് കലഹിക്കും, ഭർത്താവ് കലഹിക്കും. ചുമ്മാ വീട്ടിൽ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി അടിപൊളിയായിട്ട് അടിച്ച് പിരിഞ്ഞു പോകുന്ന സമയമാണ് 7-ലെ ശനി എന്ന് പറയുന്നത്. 7 ശനിക്കുമ്പോൾ പാവേ സപ്തമകേ കളത്ര മരണം, യോഗോ വിയോഗോ ശിവ. ഭാര്യ മരിച്ചുപോയി, ബന്ധം തെറിച്ചുപോയി, ഭർത്താവ് കലഹിച്ച് ബന്ധം തെറിച്ചുപോയൊക്കെ ചെയ്ത് വളരെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു കലഹം, ശത്രുതയൊക്കെ ഉണ്ടാക്കി ചുമ്മാ വിഷമം ഉണ്ടാക്കിക്കളും. പിന്നെ വിദേശത്ത് പോകാൻ യോഗം ഉണ്ടാവും. ശനി നിൽക്കുമ്പോൾ യാത്രകളുണ്ടാവും. യാത്രകൾ ചെയ്യുന്നതിനാണ്? ഒരു രാജ്യം കാണാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടുന്ന് വിദേശത്ത് പോകുന്നത്, ജോലിക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ചെന്നാൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് അവിടെ ചെന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിപ്പോകും. ഒരു രാജ്യത്തിൽ ഒരു തൊഴിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് നമുക്ക് തോന്നില്ല. പിന്നെ ദേഷ്യവും വാശിയൊക്കെ നമുക്ക് തോന്നും. കന്നിരാശി ഉത്തരനക്ഷത്രക്കാർ ജീവിതത്തിൽ വിദേശത്ത് തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അവരുടെ ആഗ്രഹം സാധിക്കാനും നേട്ടങ്ങൾ കിട്ടാനും അവർക്ക് വളരെ കഴിവും കാര്യങ്ങളും വർദ്ധിച്ചു വരാനും ഒക്കെ ഉള്ള ഈശ്വര ചൈതന്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ വർഷമെന്ന് പറയുന്നത്. എന്ത് കാര്യത്തിനും നമുക്ക് പോയാൽ വിജയിക്കാൻ പറ്റും. നിങ്ങളെ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടും. എന്തായിരുന്നാലും വിഷമിക്കണ്ട. പിന്നെ തടസ്സം മാറുന്നതിന് വേണ്ടി നമുക്ക് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്യണം. പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളാണെങ്കിൽ നിങ്ങൾ ഒരു പരിഹാരവും പൂജയും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് നേട്ടവും ഭാഗ്യവും പ്രവൃത്തിയും തീർച്ചയായിട്ടും ഉണ്ടാവും. ജാതകത്തിൽ വല്ല രാഹു ദശ, ശനി ദശ, കേതു ദശയൊക്കെ ആണെങ്കിൽ നമുക്ക് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ വാശിയും അഹങ്കാരവും അക്രമവും ഒക്കെ ചെയ്യാനുള്ള മനസ്സ് നമ്മളെ മനസ്സിൽ തോന്നും. അങ്ങനെ പാവം ക്രൂരന്മാരായിപ്പോയി. ശുദ്ധ മനസ്സുള്ളവരും ദുഷ്ടന്മാരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒരാളെ അടിക്കാനും ഉപേക്ഷിക്കാനും നശിപ്പിക്കാനും ഒരു മടിയും കാണിക്കാതെ എന്ത് അക്രമം വേണോ കാണിക്കാനുള്ള മനസ്സ് നമുക്ക് ജാതകത്തിൽ ഗ്രഹപ്പഴ സമയദോഷം ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സമയദോഷത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി ഐശ്വര്യ പൂജകളും നവഗ്രഹ പൂജകളും, പഠിക്കുന്ന മക്കളാണെങ്കിൽ സരസ്വതി പൂജകളും, ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടി ഭാഗ്യസൂക്തം, മന്ത്രജപങ്ങളും കുടുംബദേവന്മാരെ ഭജിക്കുകയൊക്കെ ചെയ്താൽ കൊള്ളാം. പിന്നെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാലഭൈരവന് നമുക്ക് അർച്ചനയും വഴിപാടും ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ ശത്രു വിരോധികൾ വിഷമതകളൊക്കെ മാറാനും നല്ലത് വരാനും ഒക്കെ ഉള്ള ചാൻസ് നമുക്ക് ഉണ്ടാകും. എന്തായിരുന്നാലും നിങ്ങളെ കുടുംബദേവനെയും ഭജിച്ച് ശാസ്താവിനെയും ഭജിച്ച് നാഗർക്ക് വഴിപാടും നടത്തി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ വിഷമതകൾ മാറി നല്ലത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ജനിച്ചവർക്കും ഇനി ജനിക്കാൻ പോകുന്നവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.